കൊല്ലം ആയൂരിൽ മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു. ആയൂർ ഇളമാട് സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. പരിക്കേറ്റ അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രഞ്ജിത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. കാലിന്റെ ഉപ്പുറ്റി പഴുത്ത് പിന്നെ മാംസം കട്ട് ചെയ്ത് ചികിത്സയിലായിരുന്നു. ഷുഗർ കൂടുതലുണ്ടായിരുന്നു. മാനസികമായി രണ്ടുപേരും ഒരു വല്ലാത്ത സ്ഥിതിയിൽ കഴിഞ്ഞു കൂടുമായിരുന്നു. ഈ മരിച്ച രഞ്ജിത്തിന്റെ അമ്മയോട് ചോദിച്ചവും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗുളിക കഴിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം തോർത്തിട്ട് മുറുക്കി എന്നെ കൊലപ്പെടുത്താൻ അവർ മോൻ്റെ കൂടെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. തോർത്തിട്ട് മുറുക്കി ഇവർ ബോധം കെട്ട് വീണപ്പോൾ അവൻ വിചാരിച്ച് കാണും എന്ന് സംശയിക്കുകയാണ്. അമ്മ മരിച്ചുപോയി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ റൂമിൽ കയറി തൂങ്ങി മരിക്കുന്നത്. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, അമ്മ അസുഖബാധിതയായിരുന്നു, രണ്ടുപേരും മരിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു. അമ്മയെ കൊന്ന ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അമ്മ ഇപ്പോഴും ജീവനോടെയുണ്ട്, ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എന്നറിയുന്നു. മറ്റെന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്? രേണുക, അല്പസമയം മുന്നെയാണ് ഈ ഒരു സംഭവം തന്നെ പുറത്തറിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇത് കൊല്ലം ആയൂരിലാണ്. കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ഷോൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ആയൂർ ഇളമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്താണ്. 35 വയസ്സാണ് രഞ്ജിത്തിന് പ്രായം. രഞ്ജിത്താണ് തൂങ്ങി മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. അമ്മയെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ് രേണുക. ഇന്ന് 11 മണിയോടുകൂടി KSEB അധികൃതർ വീട്ടിലെത്തിയിരുന്നു. അതായത് KSEB ഇവർ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാത്തതിനെ തുടർന്നാണ് എത്തിയത്. തീസൂരാനായി വന്നതാണ്. അപ്പോൾ വീട്ടിനുള്ളിൽ നിന്നും വെള്ളം വെള്ളം എന്നൊരു ശബ്ദം കേട്ടതായി പറയുന്നു. അങ്ങനെ സമീപത്തുള്ള അയൽവാസികൾ വിവരം അറിയിച്ചു. അങ്ങനെ അയൽവാസികൾ അടക്കം വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം കാണാനിടയായത്. വീടിനുള്ളിൽ അമ്മ വളരെ അവശയായി കിടക്കുന്നു. സമീപത്ത് തന്നെ തൂങ്ങി മരിച്ച സാഹചര്യത്തിലേക്ക് മകനെ കാണാനിടയായി. അങ്ങനെ പോലീസിൽ വിവരമറിയിക്കുന്നു. പോലീസ് ഒന്നും തന്നെ എത്തുകയും ഈ മാതാവിനെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. ഇവരുടെ കാല് മുറിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇരുവരും ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളൊരു നിഗമനമാണ് പോലീസിലെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള മൊഴിയാണ് ഈ സമീപവാസികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത സാമ്പത്തിക ബാധ്യതയും അസുഖവും ഒക്കെയാണ് അമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് അയാളെ നയിച്ചത്. അമ്മ മരിച്ചു എന്ന് കരുതിയാണ് മകൻ ആത്മഹത്യ ചെയ്തത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.